മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നമ്മളുടെ സകല കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നിറയട്ടെ. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഈശോ ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ വഴിയരികില് 10 കുഷ്ഠരോഗികൾ ഇരിക്കുകയാണ്. ഈശോ കടന്നു പോകുന്ന വഴിയിൽ നിന്നും അകലെയായിരുന്നു അവര്. ഈശോ അതിലെ കടന്നു പോകുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവര് നിലവിളിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോ അവർക്ക് സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. 10 പേരായിരുന്നവരിൽ ഒരാള് തിരിച്ചു വന്ന് കർത്താവിന്റെ അരികിൽ നന്ദി പറയുകയാണ്. ഈശോ അവനോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, 10 പേര് സൗഖ്യം പ്രാപിച്ചു, പക്ഷെ ഒരാള് മാത്രം രക്ഷ പ്രാപിച്ചു. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നവർ ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോഴാണ് രക്ഷ ലഭിക്കുന്നത്. രക്ഷ നേടിയെടുക്കണമെങ്കിൽ, സ്വർഗരാജ്യം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഈശോനാഥൻ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പരിശോധിച്ചു നോക്കാം, ദൈവത്തോട് എന്തുമാത്രം നന്ദിയുള്ളവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരാ, അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നവരാ. പക്ഷെ രക്ഷ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ച് രോഗം മാറിയതുകൊണ്ടോ, ജോലി കിട്ടിയതുകൊണ്ടോ, കടബാധ്യതകൾ മാറിയതുകൊണ്ടോ, സ്ഥലം വിറ്റതുകൊണ്ടോ ഒന്നും രക്ഷ ലഭിക്കണമെന്നില്ല. സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ, രക്ഷയുടെ അനുഭവം ലഭിക്കണമെങ്കിൽ ദൈവത്തോട് ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ, ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കണമെന്ന് ഈശോ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ നന്ദിയുള്ള മനസ്സുള്ളവരായി, ജീവിതമുള്ളവരായി നമുക്ക് മാറാം. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഈശോ കടന്നു പോകുന്ന വഴിയിൽ നിന്നും അകലെ നിന്നവരായിരുന്നു കുഷ്ഠരോഗികള്. എന്നാൽ ഈശോയോട് അടുത്തപ്പോഴാണ് അവർക്ക് സൗഖ്യം ലഭിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഈശോയിൽ നിന്ന് അകലെ നിൽക്കുന്നവരായിരിക്കാം. പാപത്തിന്റെ വഴികളിലൂടെ നടന്ന് കർത്താവിൽ നിന്ന് അകലെ പോയവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. ജീവിതത്തില് ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയി കർത്താവിൽ നിന്ന് അകന്ന്, പ്രാർത്ഥനയില്ലാതെ, വിശുദ്ധിയില്ലാതെ, ബലിയർപ്പണമില്ലാതെ, വചനവായനയില്ലാതെ, ജപമാല പ്രാർത്ഥനയില്ലാതെ അകന്ന് ജീവിക്കുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരാൻ, കർത്താവിനെ വിളിക്കാനായിട്ട് സാധിക്കണം. അകലെ നിൽക്കുന്നവർക്ക് പോലും സൗഖ്യം കൊടുക്കുന്ന കർത്താവ് അകലെ നിന്ന് നീ വിളിച്ചാല്, നിന്റെ ജീവിതത്തെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് നീ പരിശ്രമിച്ചാല് നിന്റെ ജീവിതത്തിലും അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുമെന്ന് തിരിച്ചറിയുക. അതുപോലെ തിരുവചനം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, പാർശ്വങ്ങളിൽ ജീവിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ കൃപയുടെ ആവശ്യം. ജീവിതത്തിൽ ഒന്നുമില്ലാത്തവർക്ക്, ജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്നവർക്ക്, ജീവിതത്തിന്റെ വഴികളില് ഇല്ലായ്മകളിലൂടെ കടന്നു പോകുന്നവരെ കാണുന്നവനും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്നവനുമാണ് നമ്മുടെ കർത്താവെന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ വചനം നമുക്കൊരു വെല്ലുവിളി നൽകുന്നുണ്ട്. പാർശ്വങ്ങളിൽ കഴിയുന്നവരോട് കൂടെ നിൽക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ നൊമ്പരങ്ങളിൽ അവരോടൊപ്പമായിരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ ഇല്ലായ്മകളിൽ അവരെ സഹായിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? പാവപ്പെട്ടവരെ, ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരെ, ആശ്വാസം തേടി അലയുന്നവർക്ക് കൂടെ നിൽക്കാൻ, ആശ്വാസമാകാൻ, സഹായിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കരങ്ങളെ യാചനയോട് പിടിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ നമ്മുടെ സകല കാര്യങ്ങളെയും ഈശോയ്ക്കോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക്
അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.